മോളാളി മോളെ അമ്പുജ എടീ ഇതാരാ വന്നിരിക്കുന്നു നോക്ക. ആഹാ വന്നു വന്നിപ്പോ പട്ടാ പോലും കയറി തുടങ്ങിയോ? അയലക്കാരെങ്ങനെ പേടിക്കണ്ടേ? എന്തിനാണ് പേടിക്കുന്നത്? മുമ്പ് നമ്പൂതിരിമാര് സംബന്ധമൊന്നും പറഞ്ഞ് രാത്രിയും പകലും നമ്മളെ വീടുകളിൽ കയറി അറിയില്ലേ? അത് കൊള്ളാം. നമ്പൂതിരിമാരെ പോലാണോ ക്രിസ്ത്യാനികള്? ഇപ്പൊ ഇവരാടി കേമന്മാര്. നമ്പൂതിരിമാരൊക്കെ ക്ഷയിച്ചോ. കലാകാലത്ത് ശേഷമുള്ളവർ വന്ന് മുട്ടിയ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. അതിലെന്താടി ഒരു തെറ്റ്? അമ്പുജത്തിന് പുടവ് കൊടുത്ത ഒരു നായരുണ്ടെന്ന് ഓർമ്മ വേണം. ഓ കൃഷ്ണൻകുട്ടി അവൻ ലഡാക്കിലോ ആസാമിലോ പോയി കിടക്കല്ലേ. പാവം പട്ടാളക്കാരൻ. അടുത്ത മാസം ഇയാള് വരുന്നുണ്ട്. ലീവ് കഴിയുന്നവരെ പിന്നെ ഇവിടെ കാണും. അപ്പൊ എന്ത് ചെയ്യും? നിന്നെ അങ്ങോട്ട് വരുത്തും, എന്റെ അടുത്തേക്ക്. ഒക്കെ വെറുതെ. കാണുമ്പോഴേ ഈ സ്നേഹമുള്ളൂ. എനിക്കറിയാം. ഇവിടെ വന്നു പോയിട്ട് ഇന്നത്തെ ദിവസം 24 ഇനി എല്ലാ ദിവസവും വന്നേക്കാം. പോരെ? മിസ്റ്റർ അലക്സ്? യെസ്. കോഴിക്കോട്ടെ നിങ്ങളുടെ ടിമ്പറയാട് ഫോറസ്റ്റ് അധികൃതർ റെയ്ഡ് ചെയ്തിരിക്കാം. സർക്കാർ വനങ്ങളിൽ നിന്ന് മോഷ്ടിച്ച തടികളാണ് അവരവിടെ കണ്ടുകെട്ടിയത്. സാർ, അത് യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ അലക്സ്. ഞമ്മള് വക്കീലിനെയും കൂട്ടി വരുമ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ മോനെ ജാമ്യത്തിൽ ഇറക്കിയെന്ന്. കുഴപ്പമില്ല, അമ്മയും മോള് പെണ്ണെന്നെ. ഹാജിയാരെന്താ ഇങ്ങോട്ട് വന്നത്? ഈ കേസ് പിടുത്തൊന്നും ഞമ്മൾക്ക് പുത്തരിയല്ല. തടിയുമ്പോ പോയി തടിയുമ്പോൾ ഉണ്ടാക്കണം. നിങ്ങളെ മോനിക്ക് ഇനിയും ഞമ്മൾ മരം കൊടുക്കും. കൊടുത്തതിന്റെ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഒപ്പിട്ട് തന്ന രേഖപ്രകാരം ഞമ്മൾ എന്നാ ഈ മരം മുറിക്കാൻ ആളെ അയക്കേണ്ടത്? സ്ലോട്ടറിങ്ങിന്റെ കാര്യം മാത്തുക്കുട്ടിയോട് കൂടി ഒന്ന് ചോദിച്ചിട്ട്. ഞമ്മക്ക് തിരക്കില്ല, അത് നിങ്ങൾ ചോദിച്ചോളി. എന്തായാലും ശരി, റബ്ബർ തോട്ടം സ്ലോട്ടറിങ്ങിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ആജിയാർക്ക് പണം കൊടുക്കേണ്ടി വരും. നിന്നോട് ആരോപണത്തിന് അയാളോട് പോയി കള്ളത്തിന് വാങ്ങിക്കാൻ? അയാളും ഞാനുമായി തർക്കത്തിലാണെന്ന് നിനക്കറിയില്ലേ? അപ്പൊ എന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ച് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള നിന്റെ അതിമോഹം ഇപ്പൊ കിട്ടിയല്ലോ. ആ കുറിച്ച് നീ തന്നെ അങ്ങ് ചോന്നാ മതി. മാത്തുക്കുട്ടി, ഹാജിയാർക്ക് ഞാൻ ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്തതാ. എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ ഒപ്പിട്ടത്. ഇവന്റെ താളത്തുരത്ത് നിങ്ങൾ തുള്ളി. നമ്മുടെ വസ്തു കൈയേറ്റത്തിൽ ഹാജിയാരുമായി ഞാൻ ഇന്നും കേസിലാണെന്ന് അപ്പൻ അറിയാമല്ലോ. അതിന് നീ ഒന്ന് വിസ്തരിക്കണ്ട. സായിപ്പിന്റെ കാലത്തുള്ള മരങ്ങളല്ലേ, വളർന്നു മുറ്റി കറയും പറ്റി. പിന്നെ അവിടെ നിർത്തിയിട്ടുണ്ടാ? അത് ഞാൻ സ്ലോട്ടറിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൻ തന്നെ അതൊക്കെ നിശ്ചയിച്ചാൽ മതിയോ? പിന്നെ ആരും നിശ്ചയിക്കണം? അപ്പന്റെ പോലല്ലേ? അല്ലടാ, ഞാനും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. അന്ന് കാട്ടിലും മലയിലും കിടന്ന് ചോരയും നീരും വറ്റിച്ച് അധ്വാനിക്കുമ്പോ നീയൊക്കെ എവിടെയായിരുന്നു? ഇന്ന് അവകാശം പറയാൻ വരുന്നു? ആ തോട്ടത്തിലൊരു മരം പോലും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പനല്ല ആരായാലും ശരി. പിന്നെ എങ്ങനെയാടാ ഹാജിയാർക്ക് കാശ് കൊടുക്കുന്നേ? നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച കടമല്ലേ? എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിക്കും. മോളെ അമ്പുജോ, ആരാ വന്നു നോക്ക്. എന്നാലും എന്റെ കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുണ്ടോ ഒരു പട്ടാളം? എന്റെ മോൾ ഇവിടെ കൃഷ്ണൻകുട്ടിയേട്ടൻ എപ്പോഴാ വരിക, കൃഷ്ണൻകുട്ടിയേട്ടന്റെ കത്ത് എപ്പോഴാ വരിക എന്ന് കാത്തു ഉരി കഴിയല്ലേ? അതെ അതെ. നീ അവളെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാതെ മോനെ.
എടേ അമ്മുക്കുട്ടി, നീ പറയുന്ന നേരാണ് കരുതിയിട്ടെ അവൻ ഇവിടെ എങ്ങനെ കൂടി ആകെ കുഴപ്പോ. ഞാൻ വന്നില്ല അമ്പുജം, എനിക്കറിയാതെ കാണാൻ എനിക്ക് മോഹമില്ലാഞ്ഞിട്ടല്ലോ. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കൊണ്ടുവന്നറിയോ? ആ പെട്ടിയിലുണ്ട്. അതൊന്നും വേണ്ട, എനിക്കെന്റെ കൃഷ്ണൻകുട്ടിയുടെ മതി. ഇന്നലെയും തൊഴാൻ വന്നപ്പോ പാപ്പച്ചനെ ഞാനിവിടെ നോക്കിയിരുന്നു, കണ്ടില്ല. എന്താ ആലോചിക്കണേ? അതെ, എന്റെ ചെറുപ്പത്തില് മറക്കുടയും പിടിച്ച് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോ ഞങ്ങളെല്ലാം വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നില്ലേ? അതെന്താണെന്ന് എന്റെ അപ്പനോട് ചോദിച്ചപ്പോ നമ്പൂരിമാരെ തൊട്ട് അയത്താവൂന്ന് പറഞ്ഞു. പിന്നെ എന്താ അയത്തം എന്നായി ചോദ്യം. അപ്പനോടും എല്ലാവരോടും ചോദിച്ചു, ആരും പറഞ്ഞു തന്നില്ല. ഒടുവിലൊരു ദിവസം, ഓർമ്മയുണ്ടോ സാവിത്രിക്ക്, ഈ അയത്തം എന്താണെന്നറിയാനാ. അയ്യോ എന്റെ ദേവരെ, കുട്ടിയത്തോലെ ഈ നസോണിച്ചേട്ടൻ തൊട്ട് അശുദ്ധാക്കി. ഇല്ലത്തെ കുട്ടി നീ തൊട്ടോ? അന്ന് അപ്പൻ എന്നെ ഒത്തിരി തല്ലി. ഇപ്പോ സാവിത്രി അടുത്ത് വരുമ്പോ എനിക്ക് പേടിയാ. എന്തിനാ? അയത്താവില്ലേ തൊട്ടാൽ? ഇല്ല. എന്നാൽ ഒന്ന് ഞാൻ തൊട്ടോട്ടെ? തൊട്ടോളൂ. ദീപം 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 ദീപം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സാവിത്രി, എടി എവിടെയായിരുന്നു നീ ഇതുവരെ? ആരുടെ കൂടെ ആയിരുന്നാ ചോദിച്ചത്? എല്ലാം എനിക്കറിയാം. നിന്റെ അഹമ്മദ് നിർത്തിക്കൊള്ളൂ. ദുഷ്പേരുണ്ടാക്കിയ ഈ കുടുംബം മുടിയും. ഇനിയും മുടിയാൻ ബാക്കി എന്തുണ്ട് എടുത്തി? എന്താണ് നീ പറഞ്ഞത്? ഒരുമ്പിട്ടവളെ. ഒരു പുരുഷന്റെ ചെത്തും ചൂരും അനുഭവിച്ചറിയാൻ എന്റെ ഏട്ടത്തി കൊതിച്ചിട്ടില്ലേ? ഉള്ളു തുറന്നു പറയൂ. ഉണ്ട്, എനിക്കറിയാം. ലഹളക്കാലത്ത് അഭയം നൽകിയ ചാത്തമ്പുലേനെ സ്വന്തം പായിലേക്ക് ക്ഷണിച്ച് നമ്പൂരി പെണ്ണിന്റെ കഥ എന്റെ ഏട്ടത്തെ അയവിറക്കാറില്ലേ? ആ നിലയ്ക്കല്ല ഞാൻ പാപ്പച്ചനെ ഇഷ്ടപ്പെട്ടത്. ഒരു കടപ്പാട്, ആ പരിചയം സ്നേഹമായി. എന്നാലും കളങ്കപ്പെടാതെ എനിക്കെന്നെ നിയന്ത്രിക്കാൻ അറിയാം. അനിയത്തെ, ഈ ഇല്ലത്തെ കുട്ടിക്കാവാണ് നീ. ഒരന്തർജനം, അത് മറക്കരുത്. ഈ ഏട്ടത്തിക്ക് അതേ പറയാനുള്ളൂ. എന്താ ഇവിടെ? ഒന്നുമില്ലമ്മേ.
വർഗീസേ, എനിക്ക് പോയാല് വെള്ളം ഇറങ്ങി കാത്തു നിൽക്കാൻ ഒക്കൂല. പോരയില് മോളൊറ്റക്കുള്ളൂ. നീ ഇവിടെ നിൽക്ക്. എന്തേ? ശരി. പിന്നെ വല്ല മഞ്ഞ വരികയാണെങ്കിലേ അനക്ക് ആ ഏറുമാളത്തിൽ കയറി കിടക്കാം. അതോ? അത് ചാക്കോച്ചന്റെ ആ കാട് മാത്തുക്കുട്ടിയുടെ നായാട്ടിന് വേണ്ടി കെട്ടിണ്ടാക്കിയതാ. ഓം വെല്ലപ്പിളേ വരൂ. ഞാൻ കൂപ്പി കിടന്നോളാം കാർക്ക. മരുന്ന് തുടർന്ന് ഇത് തന്നെ കഴിച്ചാൽ മതി. കഴിയുന്നതും ശരീരം സൂക്ഷിക്കണം. അപ്പ എന്റെ ഡാഡി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു വാശി കൂടുതൽ. പക്ഷേ അവിടെ ചാരായം പോകണം നമുക്ക് തന്നെ കിട്ടി. മാണി എപ്പോ വന്നു? ഇരിക്കൂ. ചാക്കോച്ചന് സുഖമില്ലെന്ന് എന്റെ മോളി ഫോൺ ചെയ്തപ്പോ ഞാൻ പഴയ വഴക്കുകളെല്ലാം മറന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. എങ്ങനെയുണ്ടാ സുഖം? ഓ, അത്രയ്ക്കൊന്നുമില്ല. കാലാകാലത്ത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കണം. എല്ലാ അപ്പന്റെ പേര് തന്നെ ഇപ്പോഴും കിടക്കുന്നത്. ചാക്കോച്ചൻ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തിന്? മരണനികുതി അടയ്ക്കാതിരിക്കാൻ. നമ്മളെ പാറായിലെ കൊച്ചാപ്പത്തരകനില്ലേ, ചാക്കോച്ചന്റെ പ്രായം കാണില്ല. പെട്ടെന്നായിരുന്നു. ഒന്നും എഴുതി വെക്കാതെ മരിച്ചത്. 7 അമ്മക്കള്. ദേ കയറി പിടിച്ചില്ല ഇൻകം ടാക്സുകാര്. 30 ലക്ഷം ആ മരണനികുതി അടയ്ക്കാൻ ഓർഡറായത്. ആ അവസ്ഥ ഇവിടെ ഉണ്ടാവരുതല്ലോ. ബന്ധുക്കളായി ഞങ്ങൾ വേണമല്ലോ ഇത് പറഞ്ഞുതരാൻ. മോളി, നിന്റെ അപ്പന് കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാണി, എനിക്കൊരു ക്ഷീണം. ഞാൻ പോയി കിടക്കട്ടെ. പോത്തിന്റെ കാതി വേദം ഓതുന്ന മാതിരി ഡാഡിയുടെ പറച്ചിലുകൊണ്ട് ഒന്നും കാര്യമില്ല. ഇനി കൂടുതൽ ഞാൻ എന്നാ പറയാനാടി? മറ്റു വല്ലതും ചെയ്യണം. എന്റെ മോനെ നിങ്ങൾക്ക് പിടിച്ചിക്കണല്ലോ. കണ്ണൂർ അഹമ്മദ് സാഹിബിന്റെ മോളെ ഓൾക്ക് വേണ്ടാന്ന് പറയാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല. പിന്നെ എന്തിനാ അവര് കുത്തിയ വർത്താനം പറയണത്? അപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. എന്താ അഹമ്മദ് സാഹിബേ? തന്നെ ശ്രീധനായിട്ട് അതാണ് ആപ്പാന്റെ പൂടിയല്. നിങ്ങളെ മോക്ക് നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കുന്നു. ആന മെലിഞ്ഞാൽ ആരും തൊഴുത്ത് കെട്ടൂലാലോ. പടച്ചോന്റെ ബർക്കത്തുണ്ടായിട്ട് അഹമ്മദ് സാഹിബിന് തടി കൂടിയിട്ടേ ഉള്ളൂ. അത് പിടി. മൂപ്പര കച്ചവടവും ഏർപ്പാട് മുഴുവനും ഗൾഫിലാന്ന് ആചാർക്ക് അറിയാലോ. ആ, പിയാപ്പളനെ ദുബായി കൊണ്ടുപോയി അവനവിടെ അത് വേണ്ട കാര്യം. ഞമ്മൾ 3-4 കെട്ടിക്കണെങ്കിലും ഞമ്മ കാണായിട്ടും പെണ്ണായിട്ടും സുലൈമാനൊരു മോനേ ഉള്ളൂ. ഓനെ കോഴിക്കോട്ടുകാര് മാപ്പിളാര് വീട്ടു പിയാപ്പളനെ എടുക്കണ ജയിലിക്ക് ഇരുട്ടത്ത് ചൂട്ടും കത്തിച്ച് ഇങ്ങളെ മോളാറിലേക്ക് നമ്മൾ വിടൂല. ഓൻ പെണ്ണു കെട്ടി ഇവിടെ കൊണ്ടുവരണം. ആചാരം ഇഷ്ടം. നമ്മളിതിനകത്ത് തർക്കിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് ദിവസവും തീയതി നിശ്ചയിക്കാലോ. പുറത്തൊരാള് വന്ന് നിൽക്കുന്നു. പെരുത്തു നേരായി. ഓ നട്ടപ്പാലേക്ക് തുളയെ കൊള്ളാത്തെന്ന് പറഞ്ഞിരിക്കി. മനുഷ്യന്മാര് വർത്താനം പറയുന്ന ഇടയിലാണോ നീ വന്ന് കുത്തിക്കാണ്? അല്ല, ഇല്ലത്തെ വല്യമ്പ്രാനല്ലേ ഇത്? ഇവിടെ നിൽക്കുകയാണോ? കേറി കുത്തിരിക്കും. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കാണണം. മൂപ്പരകത്ത് കൂട്ടം പറയാണ്. ഇപ്പം വരും. ഇല്ലത്തെ വല്യമ്പ്രാട്ടിക്കും കുട്ടികൾക്കും ഒക്കെ സുഖാണോ? ഇപ്പോഴും അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ മറക്കാൻ കഴിയോ തമ്പ്രാൻ? അടിയൻ അവിടുത്തെ ആലയിലെ ചാണം വാരി കഴിഞ്ഞോളല്ലേ. തമ്പ്രാന് കുടിക്കാൻ ഇവിടുത്തെ ആകുമ്പോ നമ്മളൊരു ഇളഞ്ഞിരിക്കട്ടെ. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കണ്ടാ മതി. വയസ്സിന് എളുപ്പാണെന്ന് നല്ലത്. പെണ്ണ് കെട്ടുകയാണെങ്കിൽ ഓളെ 2 കല്യാണത്തിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഔത്താക്കണം. ഏത് നമ്പൂരിച്ചൻ എന്താ വന്നത്? ഇതാരാന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ജമ്മിയാ. ഏറി മനക്കലത് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ വലിയ നമ്പൂരിയാ. മുമ്പ് നാട് മുഴുവൻ ഇവരെ കയ്യിലായിരുന്നു. ഇപ്പോഴരപ്പും ചിരട്ടയായി നടക്കുക. അപ്പൊ പറഞ്ഞ പോലെ 10-ാം തീയതി കണ്ണൂർ വെച്ച് കാണാം. കാണാം. കാതറുകുട്ടി സാഹിബിനെ നിങ്ങൾ ക്ഷണിക്കോ അത് നമ്മൾ വിളിക്കണം? നമുക്ക് 2 കൂട്ടർ കൂടി വിളിക്കാം. എന്തിനാ വന്നത്? എരപ്പും ചിരട്ടയായിട്ട് തന്നെയാ വന്നത്. ഉള്ള ഭൂമി മുഴുവൻ പോയി. കുടിയന്മാരാഞ്ച നിങ്ങളാൽ ചിലരല്ലേ. 5-6 വയറ് കഴിയണം. ഉള്ള കാലത്ത് ഭൂമി മുഴുവൻ ക്രിസ്ത്യാനികൾക്കല്ലേ കൊടുത്തത്? അന്ന് അസ്രാനിയോട് പോയി ചോദിക്കാഞ്ഞിട്ടല്ല. പിന്നെ ഉളുപ്പില്ലാതെ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് എന്തിനാ ധർമ്മത്തിന് വന്നത്? നാണം കെട്ട് വീണ്ടും ചോദിക്കുക. എന്നെ സഹായിക്കണം. അടുത്ത നാള് എന്റെ അച്ഛന്റെ ശ്രാദ്ധ. അതിനുവേണ്ടി ചത്തോലൊക്കെ വെച്ച് വിളമ്പാൻ അല്ലേ?
ഈ പിച്ചക്കല്ല ഞാൻ വന്നത്. ഇല്ലമ്മോ ഭൂമിയില്ലേ കൈവശം? അതിന്റെ പാട്ടവും ഭാരം ഉറപ്പിക്കാൻ വന്നാണെങ്കിലേ അല്ല പുതിയ നിയമം വന്ന് മൂപ്പർ അറിയില്ലേ? പിന്നെ നിന്റെ സ്വത്തിന്റെ മുഴുവൻ പൈസ പ്രഭുകളിലെ കെട്ടിവെച്ചാ ഞാൻ പട്ടയം വാങ്ങിയത്. ഇനി അപ്പയാരും പറഞ്ഞു ഇങ്ങോട്ട് വേണ്ട, കടന്നു പോയില്ലേ പുറത്ത്. കുഞ്ഞമൂട്ടി, മുമ്പ് നീയും എന്റെ ഇല്ലത്തെ പഠിക്കൽ ധർമ്മത്തിന് വന്നവനാ. അന്ന് വാരിക്കോരി കൊടുത്ത ഈ കയ്യ ഇന്ന് നിന്റെ മുമ്പിൽ നീട്ടുന്നത്. ഇനി വരില്ല. മുതലാളി, മോന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചില്ലേ? അതിനടക്കത്തേണ്ട തൂറാൻ കളി. അല്ല സുലൈമാനി, ഞാൻ പറയാൻ തന്നെ വാളെടുക്കരുത്. എടുക്കൂല, പറഞ്ഞോ. നമ്മളെ കുന്നുമേലെ കാതൽക്കാരന്റെ മോളായിട്ട് ഞാൻ കണ്ടതാ. എന്ത്? ഓളി രണ്ടുപേരും പൊന്തക്കാട്ടിന്റെ അകത്ത് നിന്ന് ഉമ്മ കൂട്ടരുത്. നീ സുലൈമാൻ എന്റെ മോനാ. ആ പ്രായത്തിൽ ഞാനും കുറെ കളിച്ചതാ. ആ ഇത് കളിയല്ല, കാര്യാവും. ഓനോട് പണം ഉണ്ടാക്കിയടാ. ഞാൻ കണ്ടവനിക്കാവാ ആയി പോകും. ജന്മത്തിൽ പാപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. എന്താ അത്? നമ്മൾ ജനിക്കുന്നതിന് മുൻപത്തെ ജന്മം എനിക്കുറപ്പാണ്. അന്നും നമ്മൾ തമ്മിൽ ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും നാം ഇങ്ങനെ കണ്ടുമുട്ടുമായിരുന്നില്ല. അന്ന് നമ്മൾ എന്ത് ജാതിക്കാരായിരുന്നു? അറിയില്ല. മനുഷ്യർക്കല്ലേ ജാതിയുള്ളൂ. ചിലപ്പോ ആനയോ പൂച്ചയോ കിളിയോ ആയിരിക്കും. നമ്മൾ കല്യാണം കഴിച്ചിരിക്കോ? ഉണ്ടാവില്ല. ഇതുപോലെ കണ്ടു, ഇഷ്ടമായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത സ്നേഹം. പക്ഷേ ഒടുവിൽ നാം... സാവിത്രി, എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. എന്നും നാം ഇങ്ങനെ തന്നെ ജീവിക്കും. പാപ്പച്ചനറിയില്ല. നിങ്ങളുടെ ഇല്ലത്തെ സ്വത്ത് നശിച്ചെങ്കിലും ആചാരമൊക്കെ മുമ്പത്തേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. ഓർത്താൽ ഒരു നമ്പൂരി സ്ത്രീയുടെ ജീവിതം കഷ്ടമാണ്. 2 ഉം 3 ഉം വേലി കഴിച്ച് ഒരു വൃദ്ധ ബ്രാഹ്മണനെ ഭർത്താവായി കിട്ടിയാൽ ഭാഗ്യമായി. പിന്നെ ആ തിരുമേനിയുടെ മറ്റു ഭാര്യമാരുടെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുക. ഇല്ലെങ്കിൽ ബാല്യത്തിലെ വിധവയാവുക. കൊച്ചിലെ കല്ലുകളൊക്കെ പോലെ ഏതാനും കൊല്ലം മുനിഞ്ഞു കത്തി എണ്ണ വറ്റി പടുതിരി കത്തി കെട്ടണിയ. അതാ വിധി. നിനക്കാ ഗതി വരില്ല സാവിത്രി. ഞാൻ സമ്മതിക്കില്ല. കാണിക്കുന്നത് അയ്യോ തിരുമേനി, മതി. അവൾ ചെയ്ത തെറ്റിന് ഇനിയുള്ള ശിക്ഷ ഞാൻ കൊടുക്കാം. അമ്മച്ചി, ഞാൻ കാരണം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ചേട്ടത്തി, ഇവർ രണ്ടുപേരും കൂടെ ആ വഴിയിൽ ഇരുട്ടത്ത് നിൽക്കുകയായിരുന്നു. എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ. ഞാനാ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. വർഗീസേ, നീ എന്തായി കാണിച്ചത്? എന്റെ മോനെ കൊണ്ട്... അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. തമ്മിൽ പിരിഞ്ഞ് ജീവിക്കില്ലെന്നും. സ്നേഹിച്ച്
സ്നേഹിച്ച പെണ്ണിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധം പാപ്പച്ചന്റെ കൈ വിലങ്ങൊന്നും വേണ്ടിട്ടില്ലല്ലോ. ചേട്ടതി, അനുഗ്രഹമില്ലാത്തവന്റെ കയ്യിൽപ്പെട്ട് ഈ പെണ്ണ് കാലാകാലം കണ്ണുനീര് കുടിക്കുന്നത് നിങ്ങളുടെ മകനെ കാണാൻ ഇടവരരുത്. അനുഭവിച്ചവർക്ക് ആ വേദന അറിയൂ. ഇവിടെ അനാഥയാക്കരുത്. സാവിത്രിയെ ഇവിടുന്ന് ഇറക്കി വിട്ടാല് അവൾ പിന്നെ ജീവിക്കില്ല. അമ്മച്ചി അത് ചെയ്യരുത്. മോനെ, നീ അങ്ങനെയാണ് ഈ അമ്മച്ചിയെ കരുതിയത്? ഇങ്ങോട്ട് ദ്രോഹിച്ചവരെ പോലും ഈ അമ്മച്ചി അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടില്ല. മോളെ, ഇനി എന്റെ മോടെ വീട് ഇതാണ്.